ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോയ്ക്ക് നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കേക്കിൻ്റെ ഓർഡർ വരുന്ന സമയത്തെ അതിലെ മെയിനായിട്ട് ടെൻഷൻ അടിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ. കേക്കിന് നല്ല കളറ് വേണമെന്ന്. അപ്പോൾ നമ്മുടെ കേക്ക് കൊടുക്കുന്ന സമയത്തെ നമ്മുടെ ചെറിയ മക്കൾക്കുള്ള കേക്കായിരിക്കുമല്ലോ. അപ്പോൾ ഇതിൽ ഒരുപാട് നമുക്ക് കളറ് ചേർക്കാനും പറ്റില്ല. ഒരുപാട് കളറ് ചേർക്കാതെ എന്നാൽ കാണുമ്പോൾ നല്ല കളറായിട്ടും കിട്ടാനായിട്ട് എങ്ങനെയാണ് നമ്മൾ കേക്ക് ചെയ്യാമെന്നാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്നത്. നമ്മുടെ ഉള്ളിലത്തെ കേക്ക് ചെയ്തിട്ടുള്ളത് ഗ്രീൻ വെൽവെറ്റിൻ്റെ സ്പോഞ്ചാണ് കേട്ടോ നമ്മളിപ്പോൾ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഗ്രീൻ വെൽവെറ്റിൻ്റെ സ്പോഞ്ച് തയ്യാറാക്കാനായിട്ട് 250 ml കപ്പിൽ 1 കപ്പ് മൈദയും 1 സ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 സ്പൂൺ ബേക്കിംഗ് സോഡയും ആവശ്യത്തിന് ഗ്രീൻ കളറും ഉപയോഗിച്ചിട്ടാണ് കേട്ടോ നമ്മുടെ കേക്ക് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. കേക്കിൻ്റെ ഉള്ളിൽ ഫില്ലിങ്ങിനായിട്ട് ഞാനിവിടെ കുറച്ച് വൈറ്റ് ചോക്ലേറ്റിൻ്റെ ഗനാഷ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സിറപ്പ് ഉണ്ടാക്കി വെച്ചതിലേക്ക് കുറച്ച് നമ്മുടെ ഗനാഷ് എടുത്തിട്ട് മിക്സ് ചെയ്തെടുത്തിരിക്കുകയാണ് കേട്ടോ. വൈറ്റ് കളറിലുള്ള ചോക്കോ ചിപ്സും കൂടി നമ്മൾ എടുത്തിട്ടുണ്ട്. ഏത് കേക്ക് ചെയ്യുകയാണെങ്കിലും അതിൻ്റെ സ്പോഞ്ച് വെറ്റ് ചെയ്യാനായിട്ട് ഇതുപോലെ സിറപ്പിലേക്ക് കുറച്ച് വൈറ്റ് ചോക്ലേറ്റിൻ്റെ ഗനാഷും കൂടി മിക്സ് ചെയ്തിട്ട് കേക്ക് ചെയ്തെടുത്തിട്ട് കേക്ക് കട്ട് ചെയ്ത് കഴിക്കുന്ന സമയത്തുണ്ടല്ലോ അതിൻ്റെ സ്പോഞ്ചിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഈ രീതിക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ആരെങ്കിലും ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു വട്ടമെങ്കിലും ചെയ്ത് നോക്കാം. കേക്ക് ബേസിലേക്ക് ആദ്യം തന്നെ കുറച്ച് ക്രീം ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം ഫസ്റ്റത്തെ ലെയർ കേക്ക് വെച്ചിട്ട് നമ്മൾ സിറപ്പ് വെച്ചിട്ട് നന്നായി വെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരുപാട് സിറപ്പ് കൂടാനും പാടില്ല കേട്ടോ. കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ മേലത്തെ ലെയറൊക്കെ വെച്ച് കഴിഞ്ഞിട്ടേ നമ്മുടെ ഫുള്ള് ക്രീം ഇടൽ കഴിയുന്ന സമയത്ത് താഴത്തുനിന്ന് സിറപ്പ് ഒലിക്കാൻ തുടങ്ങും. അപ്പോൾ അത് നോക്കിയതിൻ്റെ ശേഷം കറക്റ്റ് ആ ഒരു അളവിലുള്ള സിറപ്പ് ഉണ്ടാക്കി വെച്ചിട്ടേ ആ 3 ലെയറിലേക്കും കറക്റ്റ് ആ ഒരു അളവിൽ നോക്കിയിട്ട് ആക്കി കൊടുത്താൽ മതി കേട്ടോ. ഒരു 1/2 ഇഞ്ച് കനത്തിൽ നമ്മൾ ക്രീം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനെ നമുക്ക് എല്ലായിടത്തേക്കും ഒന്ന് ആക്കി കൊടുക്കാം കേട്ടോ. ക്രീം ഇട്ട് കഴിഞ്ഞിട്ടേ ഒന്ന് ലെവലാക്കി കൊടുത്തതിൻ്റെ ശേഷം ഇതിൻ്റെ മേലേക്ക് നമുക്ക് കുറച്ച് ഗനാഷ് ആക്കി കൊടുക്കാം കേട്ടോ. ഗനാഷ് ഇട്ടതിന് ശേഷം കുറച്ച് ചോക്കോ ചിപ്സും കൂടിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ ലെയർ വെക്കുക, വെറ്റ് ചെയ്യുക, പിന്നെ ക്രീം ഇടുക, ഗനാഷ് ആക്കുക, അതിന് ശേഷം നമ്മുടെ ചോക്കോ ചിപ്സ് ഇടുക, പിന്നെ അവസാനത്തെ ലെയർ വെക്കുക. അപ്പോൾ ഇതേ രീതിയിൽ ചെയ്തെടുക്കാം കേട്ടോ. എല്ലാ ലെയറും വെച്ചിട്ട് നമ്മുടെ കേക്ക് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ക്രീം ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് നേരം നമ്മൾ തണുക്കാനായിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ട്. ബാക്കിയുള്ള ക്രീമിലേക്ക് ഞാൻ കുറച്ച് റെഡ് കളർ കേട്ടോ, ജെൽ കളറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റെഡാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഒരുപാട് റെഡൊന്നുമില്ല, ലൈറ്റ് ഒരു കളറാണ് കേട്ടോ നമ്മൾ കേക്കിലേക്ക് ഇപ്പോൾ കൊടുക്കുന്നത്. ക്രീമിൻ്റെ കളറ് ലൈറ്റ് ഒരു പീച്ച് കളറൊക്കെ ഇല്ലേ, ആ ഒരു കളറിലാണ് കേട്ടോ നിൽക്കുന്നത്. റെഡ് കളർ മാത്രമല്ല കേട്ടോ, നമുക്ക് ഇഷ്ടപ്പെട്ട ഏത് കളർ വേണമെങ്കിലും ഇതേ രീതിക്ക് ചെയ്തെടുക്കാം. നമുക്ക് ഓർഡർ തരുന്ന സമയത്ത് നല്ല കളർ വേണമെന്ന് പറയുന്ന സമയത്തേ ഇതേ രീതിക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അല്ലാതെ തന്നെ മൊത്തം ക്രീമിലേക്ക് ജെൽ കളർ ഉണ്ടല്ലോ, നമുക്ക് ആവശ്യം ഉള്ള ഒരു കളർ ഉണ്ടല്ലോ നല്ല ഡാർക്ക് കളർ, അത് കിട്ടുന്ന വരെ ജെൽ കളർ അതിലേക്ക് ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കരുത് കേട്ടോ. അപ്പോൾ ഇതേ രീതിക്ക് ചെറിയൊരു ലൈറ്റ് കളർ കൊടുക്കുക. അതിന് ശേഷം കുറച്ച് ക്രീം എടുത്തിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് കളറും കൂടിയും ആഡ് ചെയ്തിട്ട് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന ആ നല്ലൊരു കളർ കിട്ടും കേട്ടോ. ഞാൻ കേക്കിൻ്റെ ക്രീം ഇടുന്ന സമയത്ത് ആദ്യം ഇതുപോലെ ടോപ്പ് വശത്താക്കിയിട്ട് ഇങ്ങനെ ലെവലാക്കും കേട്ടോ. അതിന് ശേഷമാണ് സൈഡ് വശത്തേക്ക് ക്രീം ഇട്ട് കൊടുക്കാറ്. അപ്പോൾ സൈഡ് വശത്തായാലും ഇങ്ങനെ ക്രീം ഇടുന്ന സമയത്ത് നമ്മുടെ നൈഫ് വെച്ചിട്ട് ഇതേപോലെ മേലോട്ട് ഇങ്ങനെ പിടിച്ചതിന് ശേഷം കുറച്ച് ഇങ്ങനെ സൈഡിലേക്ക് ആക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് മൊത്തം ഇങ്ങനെ ചുറ്റിച്ച് ലെവലാക്കിയതിന് ശേഷം വേറെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് സൈഡ് വലിച്ചെടുത്താൽ മതി. നമ്മുടെ കേക്കിൽ ആദ്യത്തെ കൂട്ട് ക്രീം ഇടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഫ്രിഡ്ജിലേക്ക് വെക്കണൊക്കെ മുപ്പാട് തന്നെ നമ്മളത് ഇതിൻ്റെ മേലെക്കൂടെ നല്ല ഡാർക്ക് കളറാക്കിയിട്ട് കൊടുക്കാനാണ് പോണത്. അപ്പോൾ ബാക്കിയുള്ള കുറച്ച് ക്രീം ഉണ്ട് കേട്ടോ. ആ ഒരു ക്രീമിലേക്ക്
2 തുള്ളി ജെൽ കളറാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആക്കിയ സമയത്ത് തന്നെ കുറച്ച് ക്രീമായ കാരണേ അത്യാവശ്യം നല്ല കളർ കിട്ടിയിട്ടുണ്ട് കേട്ടോ, ഡാർക്ക് കളറ്. ഇനി ഇതിനെ നമുക്കിതിപ്പോൾ നമ്മൾ ക്രീം ഇട്ട് കൊടുത്തിട്ടില്ലേ അതിൻ്റെ മേലെ കൂടെ ഒന്ന് അവിടെ ഇവിടെ ആക്കിയതിൻ്റെ ശേഷം ഒന്ന് മൊത്തത്തിലൊന്ന് നൈഫ് വെച്ചിട്ട് ആക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്കിൽ മൊത്തം ആ നല്ലൊരു കളറ് കിട്ടും നമുക്ക്. കേക്കിൽ നല്ല ഡാർക്ക് കളർ വേണമെന്ന് പറയുന്നതിനോടേ എനിക്ക് വലിയ താല്പര്യമില്ല കേട്ടോ. അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ മക്കൾക്ക് കൊടുക്കുകയാണെങ്കിലും എനിക്ക് ഇത്രയും കളർ ഉപയോഗിച്ചിട്ട് കൊടുക്കാൻ തീരെ താല്പര്യമില്ല. പിന്നെ നമ്മുടെ അടുത്ത് കേക്ക് ഇങ്ങനെ വേണമെന്നൊക്കെ പറയുന്ന സമയത്ത് യാതൊരു നിവർത്തിയില്ലല്ലോ. അവർക്ക് അത്രയും കളർ വേണമെന്ന് പറയുമ്പോഴാണ് കേട്ടോ നമ്മൾ ഈ രീതിക്ക് എന്നിട്ടും കുറയ്ക്കാനാണ് കേട്ടോ നോക്കുന്നത്. ഓർഡർ കിട്ടുന്ന സമയത്തേ നമുക്കിങ്ങനെ വല്ല ഫോട്ടോസൊക്കെ തന്നു കഴിഞ്ഞാൽ അതേപോലെ തന്നെ ചെയ്ത് കൊടുക്കാം കേട്ടോ. പക്ഷേ അതിലെ കളർ അതേ രീതിക്ക് ചെയ്യരുത്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് കേക്കിൻ്റെ കളർ ഇത്ര ഉപയോഗിക്കാൻ പാടില്ല എന്ന് ഉണ്ണികൾക്ക് കൊടുക്കേണ്ടതൊക്കെയാണെന്നൊന്ന് പറഞ്ഞു കൊടുക്കാം കേട്ടോ. അതിനുശേഷം തീരെ നിവൃത്തിയില്ലാത്ത കേക്കുകളിലൊക്കെ ഇതേ രീതിയിൽ കളർ കൊടുക്കാം. അതിപ്പോൾ റെഡോ മഞ്ഞയോ പച്ചയോ ഏത് കളർ വേണമെങ്കിലും നമുക്ക് ഇതേ രീതിയിൽ ഈസിയായിട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഒരുപാട് കളർ നമുക്ക് ഉപയോഗിക്കും വേണ്ട. ഇതുപോലെ കളറ് മൊത്തത്തിലാക്കി കൊടുത്തതിൻ്റെ ശേഷം നമ്മുടെ കേക്കിനെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. കേക്കിൻ്റെ ക്രീമൊക്കെ നമ്മളിത് ലെവൽ ചെയ്ത് കറക്റ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ സൈഡൊക്കെ നമ്മൾ തുടച്ച് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മേലേക്ക് നമ്മൾ ഈ ഗനാഷ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ഗനാഷ് ഉണ്ടാക്കാനായിട്ട് ചോക്ലേറ്റ് എടുക്കുന്ന സമയത്ത് 1/4 കപ്പ് ചോക്ലേറ്റ് എടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ അതിനും കുറച്ച് കുറവ് അളവിലാണ് കേട്ടോ നമ്മുടെ വിപ്പിംഗ് ക്രീം എടുക്കേണ്ടത്. അപ്പോൾ രണ്ടും കൂടി എടുത്തിട്ട് മെൽറ്റ് ചെയ്തെടുത്താൽ മതി. ഈ രീതിക്ക് ചെയ്തെടുത്താൽ നല്ല തിക്കായിട്ടുള്ള ഗനാഷ് കിട്ടുന്നുണ്ടോ. മാഷ് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് ടൈം ഫ്രിഡ്ജിൽ വെച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷമാണ് ഇതുപോലെ ടോപ്പിൽ ഇങ്ങനെ വരച്ച് കൊടുക്കുന്നത്. ഉണ്ടാക്കി അപ്പോൾ തന്നെ നമ്മൾ ഇതേപോലെ എടുത്ത് വരയ്ക്കാൻ നോക്കിയാലേ ഇങ്ങനെ ഒലിച്ചിറങ്ങണ പരിവാവും ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റാവില്ല. അപ്പോൾ ഇതേപോലെ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് എടുത്തതിന് ശേഷം അങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ നമുക്കിതുപോലെ വരച്ചെടുക്കാനായിട്ട് പറ്റും. നമ്മൾ വരച്ചെടുത്തിട്ടില്ലേ അതിൻ്റെ ഉള്ളിൽ മുഴുവനായിട്ട് ആ ഗ്യാപ്പുകൾ വരുന്നിടത്തൊക്കെ ഇതേ രീതിക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇത് നമുക്ക് ഇതേ രീതിക്കും അല്ലെങ്കിൽ നേരെ തിരിച്ച് പോലെ ഉള്ളിലേക്കായിട്ടും വരച്ചെടുക്കാം കേട്ടോ. ഏത് തരത്തിലാണെങ്കിലും നല്ല ഭംഗിയാണ് കേട്ടോ ഇതുപോലെ ഫുള്ളായിട്ട് ചെയ്ത് കഴിയുമ്പോൾ. കേക്കിൻ്റെ സെൻറ്റർ ഭാഗം വരെ നമ്മൾ ഇതേ ഡിസൈൻ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ വേറെ സെപ്പറേറ്റ് ആയിട്ട് അതിൻ്റെ കണ്ണും ഇതൊന്നും നമ്മൾ വരച്ചെടുക്കുന്നില്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നടുവശത്ത് നമുക്ക് സ്പൈഡർമാനെ വെച്ച് കൊടുക്കാനുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ നമ്മളിത് മുഴുവനായിട്ട് ഇതേ രീതിക്ക് ചെയ്തെടുക്കുന്നത്. കേക്കിൻ്റെ ഐറ്റങ്ങൾ വാങ്ങിക്കണ ഷോപ്പിൽ പോയിട്ടുണ്ടെങ്കിൽ ഇത് ഇതേപോലത്തെ ചെറിയ ടൈപ്പിലുള്ള സ്പൈഡർമാനെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അപ്പോൾ പല മോഡൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പോയ സമയത്ത് നമുക്ക് ഈ ഒരു മോഡലാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളത് വാങ്ങിച്ച് കൊണ്ടുവന്നിട്ട് ഇതേ രീതിക്ക് നമുക്കതിൽ ഫിറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. അതിന് ശേഷം കേക്കിൻ്റെ കറക്റ്റ് ആ ഒരു സെൻറ്റർ ഭാഗം നോക്കിയിട്ട് കുറച്ച് ബാക്കോട്ട് ഇറക്കിയിട്ടാണ് കേട്ടോ വെക്കുന്നത്. സ്പൈഡർമാൻ്റെ തീമിൽ വരുന്ന കേക്കൊക്കെ ആകുമ്പോഴേ ഇതേപോലെ ഒരു നീല കളറും കൂടി അതിൽ കൊടുക്കണം കേട്ടോ, എന്നാലാണ് ആ ഭംഗി വരുള്ളൂ. അപ്പോൾ നമ്മൾ കേക്കിൻ്റെ ആ ഒരു താഴ്വശത്ത് ഒരു ബോർഡറായിട്ട് നമ്മൾ പൈപ്പിംഗ് ബാഗിൽ ക്രീം ഇട്ടതിന് ശേഷം ഒന്ന് അതിൻ്റെ തുമ്പ് ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം താഴത്തു നിന്നൊന്ന് പ്രസ് ചെയ്തിട്ട് ഓരോ ബോൾസ് പോലെ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. മുഴുവനായിട്ട് നമ്മൾ ഈ ഒരു ഡിസൈനാണ് ചെയ്തെടുക്കുന്നത്. കേക്കിൻ്റെ ക്രീമിലേ നമ്മൾ കളർ ചേർക്കേണ്ട കാര്യം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാലേ നമ്മൾ കുറച്ച് കളർ തന്നെ ചേർത്തിട്ട് നല്ല കളറായിട്ട് നമ്മുടെ ക്രീം കിട്ടാനായിട്ട് തലം ദിവസമൊക്കെ തന്നെ നമ്മുടെ ക്രീമൊക്കെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ഏറ്റവും അവസാനം കൊടുക്കുന്ന ആ ക്രീം ഉണ്ടല്ലോ അതിൽ കുറച്ച് കളർ ആഡ് ചെയ്തിട്ട് നമ്മൾ കുറച്ചിങ്ങനെ അത് അടച്ച് നന്നായി വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം എടുക്കുന്ന സമയത്തേ ആ ക്രീം അത്യാവശ്യം നന്നായിട്ട് കളർ കിട്ടും കേട്ടോ. അപ്പോൾ ഇതേ രീതിക്കൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. കേക്കിൻ്റെ ടോപ്പ് വശത്ത് ഞാൻ കുറച്ച് ഗോൾഡൻ്റെ ഷുഗർ ബോൾസ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതും കൂടി വരുന്ന ടൈമിൽ നമ്മുടെ കേക്ക് കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ. പുതിയ കൂട്ടുകാരൊക്കെ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. കൂടെ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യുക. എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്പൈഡർമാൻ കേക്കായിരുന്നു കേട്ടോ ഇന്ന് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളെ നമ്മുടെ ചാനലിൽ കൂടുതൽ തയ്ക്കുന്ന വീഡിയോയും അതുപോലെ തന്നെ കേക്കിൻ്റെ വീഡിയോസ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി വരാം കേട്ടോ.